ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ മട്ടയരി എങ്ങനെയാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. ഒട്ടും കുഴഞ്ഞു പോകാതെയും ഉടഞ്ഞു പോകാതെയും നമ്മുടെ തവിയിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെയും നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടും. നല്ല പാകത്തിന് വെന്ത് കിട്ടും. ഇതുപോലെ ഇങ്ങനെ ശരിക്കും നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് എങ്ങനെ ചെയ്യുന്നതെന്നുള്ള മെത്തേഡാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ചിലരൊക്കെ ഇത് നമ്മൾ ചിലർ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കും അരമണിക്കൂർ, ചിലർ തലേദിവസം തിളപ്പിച്ചിട്ട് കുക്കറിൽ ഇറക്കി വയ്ക്കും. അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് നേരിട്ട് നല്ല പ്രഷർ കുക്കറിൽ ഒന്നിച്ച് തന്നെ അപ്പം തന്നെ വേവിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ് ചെയ്ത് കാണിക്കുന്നത്. നല്ല മണി പോലെ ചോറ് ഇങ്ങനെ കിട്ടും, വിട്ടിരിക്കും ചോറ്. ഇന്നിപ്പോൾ ഇവിടെ ഇത്രയും കറികളൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഒട്ടും ഉടഞ്ഞു പോകാതുള്ള ചോറാണ് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാം, ഓരോ വറ്റും ഇങ്ങനെ വിട്ടാണ് ഇരിക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് പെട്ടെന്ന് അതുപോലെ തന്നെ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ എങ്ങനെയാണ് കുക്കറിൽ ഡെയിലി ചോറ് വയ്ക്കുന്നതെന്ന് നോക്കാം. നിങ്ങളും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അല്ല നിങ്ങളുടെ വേറെ മെത്തേഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഡെയിലി ചോറ് നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യമാണല്ലോ അത്. അപ്പോൾ ഡെയിലി എങ്ങനെയാണ് ചെയ്യുന്നത് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ കുത്തിരി എടുത്തിട്ടുണ്ട്. കുത്തിരി ഇതിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള അരി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കലത്തിലാണ് കുത്തിരി സൂക്ഷിച്ച് വയ്ക്കാറ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള കുത്തിരി എടുക്കുക. ഇത് ഉണ്ടയാണ് കേട്ടോ, ഉണ്ട ആയിട്ടുള്ള മട്ടയരിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള അരിയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ അതായത് ഇന്ന് കഴുകാനായിട്ട് ഞാൻ ആവശ്യത്തിന് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാൻ അപ്പോൾ ഇവിടെ ഈ കപ്പിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് മെഷർമെൻറ്റ് കപ്പാണോ എടുക്കുന്നത്, ചിലർ നാഴിയിലൊക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അരി എന്തോരമാണെന്ന് വെച്ചാൽ അതെടുക്കുക. എനിക്കിപ്പോൾ ഈ കപ്പിന് 2.25 കപ്പാണ് ഞാൻ ഡെയിലി വയ്ക്കുന്നത്. ഇപ്പോൾ ഈ സെയിം കപ്പിൽ ഒരു കപ്പ് എടുത്തു, ആദ്യം ഒരു കപ്പ് കൂടെ എടുത്തു, ഇനി ഒരു 1/4 കപ്പ് കൂടെ എടുക്കുന്നുണ്ട്. ഇത്രയാണ് ഡെയിലി വയ്ക്കുന്നത്. അപ്പോൾ ഇതും കൂടി എടുത്തു കഴിഞ്ഞിട്ട് ശരിക്കും നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതെന്തോരം കഴുകുന്നോ അത്രയും നല്ല വൃത്തിയായിട്ട് നല്ല തെളിഞ്ഞ കഞ്ഞിവെള്ളം ആയിട്ടും അരി വെന്ത് കഴിയുമ്പം കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കുക. ആദ്യം കഴുകിയെടുക്കുമ്പം ഭയങ്കര റെഡ് കളറായിരിക്കും. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചത് അതുപോലെ നല്ലപോലെ കൈയിട്ട് നമ്മൾ ശരിക്കും ഞെരടി അതുപോലെ ഇങ്ങനെ കഴുകിയെടുക്കണം കേട്ടോ. ശരിക്കും എന്തോരം കഴുകുന്നോ അത്രയും വൃത്തിയായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലാസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പം എത്ര പ്രാവശ്യം കഴുകി എന്നുള്ളത് കാണിച്ചു തരാം. കഴുകി ഇതിൻ്റെ വെള്ളം ശരിക്കും അങ്ങനെ തെളിഞ്ഞ് വരണം. ആ വെള്ളം ശരിക്കും തെളിഞ്ഞ് വരുമ്പോഴാണ് ഇത് ശരിക്കും കഴുകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ കഴുകുന്നത്. ആദ്യം കഴുകിയ വെള്ളം മാറ്റി, അത് കഴിഞ്ഞ് 4 പ്രാവശ്യം കഴുകി കഴിഞ്ഞു. ഇതിപ്പോൾ 5ാമത്തെ പ്രാവശ്യമാണ് ഇത് കഴുകാൻ പോകുന്നത്. 5 പ്രാവശ്യം ഞാനിപ്പോൾ ഇത് കഴുകിയിട്ടുണ്ട്. ഇത്രയും അരി എടുത്തിട്ട് ഇത് 5 പ്രാവശ്യം ശരിക്കും കഴുകി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വെള്ളം ശരിക്കും അങ്ങനെ ക്ലിയർ ആയിട്ടില്ല. ഇതും കൂടെയും കഴുകി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പം അരി ശരിക്കും ക്ലിയറായി കിട്ടും. വെള്ളം ശരിക്കും ക്ലിയറായി കിട്ടും. വെള്ളം ശരിക്കും ക്ലിയർ ആകുന്ന വരേക്ക് നമ്മൾ കഴുകിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ശരിക്കും ഇങ്ങനെ തിരുമ്മി കഴുകിയിട്ടെടുക്കണം കേട്ടോ. ഇപ്പോൾ നോക്കുമ്പോൾ വെള്ളം ശരിക്കും ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കുക്കറിലേക്ക് കുക്കറിൽ വേവിക്കുന്ന കുക്കറിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. ഇതുപോലെ ഇത്രയും ഇങ്ങനെ ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും വെള്ളം ക്ലിയർ ആകുന്ന വരേക്ക് ഇത് കഴുകിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇത്രയും വെള്ളം ക്ലിയർ ആകുന്ന വരേക്ക് നമ്മൾ ഈ അരി കഴുകിയെടുത്താൽ അതുപോലെ തന്നെ നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്ന സമയത്ത് ആ കഞ്ഞി വെള്ളത്തിലും കൊഴുപ്പ് കുറവുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇത്രയും എടുക്കണം എന്ന് പറയണത്. നല്ലപോലെ എന്തോരം കഴുകുന്നോ അത്രയും കഞ്ഞിവെള്ളത്തിൽ നല്ല നേർത്ത കഞ്ഞിവെള്ളം നമുക്ക് കിട്ടും. ഇപ്പോൾ അതുപോലെ ഞാൻ വേവിക്കുന്ന കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് നമുക്ക് ഈ അരി ഫുള്ള് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഫുള്ള് അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കറിൻ്റെ 1/4 ഭാഗത്തോളം വരുന്ന അളവിൽ വേണം നമ്മൾക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. 1/4 ഭാഗം അല്ലെങ്കിൽ ഇതിപ്പോൾ ഈ കുക്കറിന് ഹാൻഡിൽ ഉള്ളിലില്ല. ചില കുക്കറിനൊക്കെ ഹാൻഡിലിൻ്റെ നോബ് ഉള്ളിലുണ്ടാകും. അപ്പോൾ ആ ഹാൻഡിലിൻ്റെ നോബ് വരേക്കാണ് ഞാനിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാറ്. ഇപ്പോൾ 1/4 ഭാഗം വെള്ളം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. സ്പൂൺ ഇട്ട് കൊടുത്താൽ പുറത്തേക്ക് തെറിക്കില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഒട്ടും തെറിക്കാതൊന്നും ഇരിക്കില്ല, കുറച്ചൊക്കെ തെറിക്കും. ഇപ്പോൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇതുപോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴ്ത്തി നോക്കി ആ അടപ്പ് അതിൻ്റെ ഹോള് ക്ലിയർ അല്ലേ എന്ന് അതൊന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷം കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഹോള് ചെക്ക് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്.
മാക്സിമം ഫ്ലെയിമിൽ അങ്ങനെ വയ്ക്കരുത് കേട്ടോ, കുറച്ചിട്ട് വേണം വയ്ക്കാൻ. മീഡിയത്തിൻ്റെയും മാക്സിമത്തിൻ്റെയും ഇടയിൽ വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ടവൽ പീസ് നനച്ചിട്ട് അതിൻ്റെ മേലെ അടപ്പിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ ഈ തെറിക്കുന്ന വെള്ളമൊന്നും വീണിട്ട് നമ്മുടെ അടുപ്പ് വൃത്തികേടാവില്ല. അതിൻ്റെ വിസിലിൻ്റെ പാർട്ട് അടയാത്ത രീതിയിൽ വേണം അത് അടച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ വിസിൽ കണ്ടോ, ഇത് വെള്ളം തെറിക്കുന്ന സമയത്ത്, വിസിൽ വരുന്ന സമയത്ത് അതിൻ്റെ വെള്ളമൊന്നും നമ്മുടെ സ്റ്റൗവിൽ വീണ് സ്റ്റൗ വൃത്തികേടാവില്ല. മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് കേട്ടോ ഞാൻ വരുത്തിയത്. 2 വിസിൽ കഴിഞ്ഞപ്പം കുറച്ച് വെച്ചിരുന്നു, ഒരു 5 മിനിറ്റോളം. അതിന് ശേഷം എന്താ വിസിൽ ഫുള്ള് തനിയെ പോകണം. അതിൻ്റെ പ്രഷർ തനിയെ പോയി കഴിഞ്ഞിട്ട് വേണം നമ്മൾക്കിത് വാർക്കാനായിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ പ്രഷർ ഫുള്ള് തനിയെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് തുറക്കാം. പ്രഷർ തനിയെ ഫുള്ള് പോയി കഴിഞ്ഞ് കഴിയുമ്പം കുക്കറൊന്ന് തുറന്ന് നോക്കുമ്പം ദാ അരി പെർഫെക്റ്റായിട്ട് വെന്തിരിക്കുന്നുണ്ട്. വെള്ളമെല്ലാം കറക്റ്റ് അളവിൽ. ഇപ്പോൾ അരി നല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അത്രയും പ്രാവശ്യം അരി ഇങ്ങനെ കഴുകിയെടുക്കുമ്പം ഒട്ടും കഞ്ഞിയുടെ വെള്ളത്തിന് ഒട്ടും കട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഇതാ അതിലിട്ടിരുന്ന സ്പൂണും നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ലപോലെ നേർത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് വാർത്തെടുക്കാം. വാർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ എന്തായാലും കുറച്ചും കൂടെ ചോറ് മറ്റെല്ലാം ഉണ്ടാവും. അത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് വറ്റുണ്ടാവും. അത് നമ്മൾക്കൊരു ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെയും ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നല്ല ടേസ്റ്റുള്ള നല്ല പാകത്തിന് വെന്തിരിക്കുന്ന ചോറ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് നല്ല പാകത്തിനുള്ള കഞ്ഞിവെള്ളവും ഒട്ടും കൊഴുപ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കഞ്ഞിവെള്ളവും കിട്ടിയിട്ടുണ്ട്. കഞ്ഞിവെള്ളം നമ്മൾക്ക് ഉപ്പിട്ടിട്ട് ചോറ് കഴിക്കുന്ന സമയത്ത് കുടിക്കണം എന്നുള്ളവർക്ക്, ഇഷ്ടമുള്ളവർക്ക് കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കുറച്ച് കുടിക്കാനായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. നല്ല പാകത്തിനുള്ള കഞ്ഞിവെള്ളമാണ്. ഒരു പാത്രത്തിൽ അത് ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ടുള്ള കഞ്ഞിവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഈ ചൂട് സമയത്തെല്ലാം ശരിക്കും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പം ഇതൊന്ന് ഉപ്പിട്ടിട്ട് ചോറുണ്ണുമ്പോൾ നമുക്ക് കുടിക്കാമെന്നുണ്ടെങ്കിൽ വെറും സാധാരണ പച്ചവെള്ളമൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. നല്ല നേർത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. കഞ്ഞിയിൽ നിന്ന് തന്നെ നല്ല നേർത്ത കഞ്ഞിവെള്ളം കിട്ടി. അപ്പോൾ അതിനാണ് ഞാനത് അരി കഴുകുന്ന സമയത്ത് കുറച്ച് 5-6 പ്രാവശ്യം കഴുകണം എന്ന് പറഞ്ഞത്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ലപോലെ മണിമണി പോലെ വെന്തിരിക്കുന്ന ചോറാണ് കിട്ടിയിരിക്കുന്നത്. വിളമ്പുമ്പം കണ്ടാൽ തന്നെ അറിയാം, നല്ല മണിമണി പോലെയുള്ള ചോറാണ്. ഒന്നും ഒട്ടിയൊന്നും ചേർന്നിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾക്ക് മട്ട റൈസ് കുക്കറിൽ വേവിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് വേവിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ചോറ് വയ്ക്കുന്നവരുണ്ടാവും, പക്ഷേ അറിയില്ല എന്നുള്ളവർക്കാണ് ഞാൻ ഇതുപോലെ ഇപ്പോൾ ഇതൊന്നിങ്ങനെ ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ക്യാബേജ് തോരനും സോയ ഫ്രൈയും രസവും പപ്പടവും ഒക്കെ ആയിരുന്നു കേട്ടോ കറി. അപ്പോൾ പെർഫെക്റ്റായിട്ട് വെന്തിരിക്കുന്ന ചോറാണ്. പപ്പടം എല്ലാം കൂട്ടി, രസവും പപ്പടവും ഇതെല്ലാം കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ചോറ് നമ്മളിങ്ങനെ വയ്ക്കുന്ന ചോറ് രാവിലെ വെച്ചാൽ വൈകുന്നേരം വരെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. വേറെ ഏതെങ്കിലും മെത്തേഡിൽ ഇങ്ങനെ ചോറ് വയ്ക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും. താങ്ക്